السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മഹത്തായ മജ്ലിസ്, ആത്മീയമായ ഈ മജ്ലിസ്, ശരീരം കൊണ്ട് പല ഭാഗങ്ങളിലാണെങ്കിലും ആത്മാവ് കൊണ്ട് ഒന്നിച്ചിരിക്കുന്ന ഈ മഹത്തായ മജ്ലിസ്, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്ന മജ്ലിസാക്കണം റഹ്മാനെ. ആഖിറത്തിൽ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടുന്ന മജ്ലിസാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് മഹാനായ ഞങ്ങളുടെ ശൈഖുന എത്തിപ്പെട്ട ഉസ്താദ് അടക്കമുള്ള അല്ലാഹുവേ, ഒരുപാട് സൂഫിവര്യന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാര്, മശായിഖന്മാർ, അവർക്കൊക്കെ നീ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം. പല വിഷമങ്ങളും സഹിക്കുന്നവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും രോഗം കൊണ്ട് അല്ലാഹുവേ കഷ്ടപ്പെടുന്നവരുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരിലുണ്ട്. നീ പരിപൂർണമായും ശിഫ നൽകണം റഹ്മാനെ, സൗഖ്യം നൽകണം റഹ്മാനെ, സമാധാനം നൽകണം റഹ്മാനെ, വേദനകൾ ഇല്ലാതെയാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ 100 ഇസ്തിഗ്ഫാറും 100 സ്വലാത്തും 100 മഹത്തായ ദിക്റുകളും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുന്നൊരു മഹത്തായ മജ്ലിസാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ നൽകുന്ന ഇൽമ്, പല വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഇൽമുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ അടുക്കൽ നിന്ന് സ്വാലിഹായ സൽക്രമമായി മുഴുവനും സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അത് മഹ്ശറയാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ നേരിടാനുള്ളവരാണ് മുഅ്മിനീങ്ങളെ എല്ലാ മനുഷ്യരും. ആ അവസ്ഥയിൽ ആരും ഒരു സഹായത്തിനുമില്ലാത്ത, ഒരു നിഴലുമില്ലാത്ത ആ മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ 7 വിഭാഗം ആളുകളെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വലാത്തിലേക്ക് പ്രവേശിച്ച് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇഖ്വാനീങ്ങളെ, ആ 7 വിഭാഗം ആളുകളിൽ നമ്മൾ ഉൾപ്പെടാനുള്ള പരിശ്രമം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ അത് നമ്മൾ ഉണർത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 7ൽ 1 ആയാൽ മതി, ഒരു വിഭാഗത്തിൽ ചേർന്നാൽ മതി. നമുക്ക് രക്ഷപ്പെടാനും അതിലൂടെ അർശിൻ്റെ തണൽ ലഭിക്കാനും നമുക്ക് സാധ്യമാകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണൽ നൽകുന്നതാണ്, അർശിൻ്റെ തണല്. ആ ദിവസത്തിൽ ആ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസമാണത്. അങ്ങനെ തണലില്ലാത്ത ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് തണൽ ലഭിക്കും. തണൽ അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് എണ്ണുകയാണ്. ഇമാമുൻ ആദിലുൻ, ഒന്ന് നീതിമാനായ ഇമാമാകുന്നു, നീതിമാനായ ഭരണാധികാരി, നീതിയോടുകൂടി ഭരണം നടത്തിയ ആള്, ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ഭരണം നടത്തുന്ന ആള്, അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമ്പോഴും തൻ്റെ ഭരണാധികാരികളായ തൻ്റെ ജനതയുടെ മുമ്പിൽ അനീതി കാണിച്ചിട്ടില്ല. എല്ലാവരോടും തുല്യനീതി കാണിക്കുന്ന ഭരണാധികാരി ഉണ്ടോ, അയാൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത് ഇമാമുൻ ആദിലുൻ, നല്ല ഭരണാധികാരി, നീതിയുള്ള ഭരണാധികാരി. ആ നീതിയുള്ള ഭരണാധികാരിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ അവകാശമാകുന്ന വോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. നീതിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട ആള് സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അവൻ ഭരണത്തിൽ വന്നാൽ നീതിയോടുകൂടി ഭരണം നടത്തുമെന്ന നമുക്ക് തോന്നുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിനാണ്. അല്ലാഹു നമ്മുടെ ഭരണാധികാരികളെ നീതിമാന്മാരാക്കി തരട്ടെ. പ്രത്യേകിച്ചും ഇസ്ലാമിനെ ശത്രുക്കളായി കാണുന്ന, ഇസ്ലാമിന്റെ ശരീഅത്തിനെ പടിപടിയായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ഭരണാധികാരികളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മോചനം നൽകണം റഹ്മാനേ. അപ്പൊ ഒന്നാമത്തത് നീതിമാനായ ഭരണാധികാരിയാണ്. തന്റെ ഭരണത്തിൽ നീതി നടപ്പിലാക്കിയാൽ അയാൾക്ക് അല്ലാഹു പ്രതിഫലമായിട്ട് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ആരാണെന്നറിയുമോ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ, നമ്മുടെ യുവത്വം വലിയ വിലപ്പെട്ടതാണ്. യുവാവാകുന്ന പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പവർ കൂടും. യുവാവായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പവർ കൂടുന്നുണ്ട്. അല്ലാഹു അതിലൂടെ നമ്മെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പ്രായമായി എല്ലാ പ്രയാസങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത പ്രായം, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പ്രായം വരുമ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് പോലെയല്ല. നമ്മുടെ ശരീരം നല്ല ആരോഗ്യവാനായി ഓടി നടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയമാണ് യുവത്വത്തിന്റെ തിളപ്പ് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയം. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നാട്ടിൽ മഹല്ലിൽ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി, നമ്മുടെ മഹല്ലിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ കൂടെ ചേരുന്ന അവരുടെ സഹായത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇബാദത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമ്മൾ യുവാവായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അമലിനെ കുറിച്ചാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ശാബുൻ, അത് യുവാവാണ്, ഒരു യുവാവാണ്, നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനായി വളർന്ന യുവാവ്, അവന് നാളെ അർശിന്റെ തണലുണ്ട് കേട്ടോ. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ, ഹലാലും സുന്നത്തുകളും ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ പകർത്തുന്നവൻ, ഹറാമിനോട് വെറുപ്പുള്ളവൻ, സുന്നത്തിനോട് ഇഷ്ടമുള്ളവൻ, കറാഹത്ത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചവൻ, ഇങ്ങനെ എത്രയോ യുവാക്കളുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ജീവിതമാണ് പലപ്പോഴും അവരെ ഇത്തരം സുന്ദരമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. യുവാവ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് യുവതികളെയും ഉൾപ്പെടുത്തണം. യുവാവ് എന്ന് പറഞ്ഞാൽ യുവതികളും അതിൽ ചേരുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ഹറാമിനോടും താല്പര്യമില്ലാത്തവർ,
കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന യുവതികളെ, യുവാക്കളെ, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സ് സമ്മതിക്കുന്നില്ലേ? ശരീരം നിങ്ങൾക്ക് വഴങ്ങിക്കിട്ടുന്നില്ലേ? അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ തിളപ്പുള്ള സമയമുണ്ടല്ലോ, ആ യുവാവായി നിൽക്കുന്ന സമയം, യുവതിയായി നിൽക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ വളർന്നാൽ അർശിന്റെ തണൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു നിഴലുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അന്നാണ് നിങ്ങളെ അല്ലാഹു അർശിന്റെ തണൽ ലഭിച്ചു നിങ്ങൾക്ക് നൽകിക്കൊണ്ട് യുവാക്കളെ, യുവതികളെ അല്ലാഹു നിങ്ങളെ ആദരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദി ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. അർശിന്റെ തണൽ ലഭിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? ഒരാളാണ്, അയാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധിച്ചിരിക്കുന്ന ഹൃദയമാണ്. പള്ളിയുടെ കാര്യം ശ്രദ്ധയോടുകൂടി കൊണ്ട് നടക്കുന്ന ആൾ. എത്രത്തോളം ഇദാ ഖറജ മിൻഹു, പള്ളിയിൽ നിന്നവൻ പുറത്തു പോയാൽ ആ പള്ളിയിലേക്ക് മടങ്ങി വരുന്നത് വരെ പള്ളിയുമായി തന്നെയാണ് ബന്ധം, അവന്റെ ഹൃദയബന്ധം. പള്ളിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഏതാനും പള്ളിയോടുള്ള ബന്ധം കൊണ്ടാണ്. എന്നാൽ വല്ല ആവശ്യത്തിനും പള്ളിയിൽ നിന്ന് അവൻ പുറത്തു പോയാൽ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നത് വരെയും പള്ളിയുമായി ഹൃദയബന്ധമുണ്ട്. ഇങ്ങനെ എത്രയോ യുവാക്കളെ നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തന്നെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ പള്ളിയുടെ ഖിദ്മത്ത്, പള്ളിക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത്, പള്ളിയുടെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഖിദ്മത്ത്, അതിനു വേണ്ടിയുള്ള സഹായങ്ങള്, പിരിവുകള് നമുക്ക് അല്ലാഹു വലിയ ദറജകൾ നൽകുന്ന കാര്യമാകുന്നു. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിരിവഹിച്ചാൽ എന്നും പിരിവാണെന്ന് പറയും. ഈ യുവാക്കളായിട്ടുള്ള ആളുകൾ, അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള സജീവമായ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരവരുടെ വീടിന് വേണ്ടിയോ അവരുടെ മക്കളെ പോറ്റാൻ വേണ്ടിയൊന്നുമല്ല, നാട്ടിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടി, അതിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അവർ നിങ്ങളുമായി സമീപിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒരു പിരിവുകാരാക്കി പിച്ചക്കാരാക്കി മാറ്റുന്നതിന് പകരം കൂടെ നിൽക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പള്ളിയുമായി ഹൃദയബന്ധമുള്ള യുവാവ് അത് വലിയ ദർജയ്ക്ക് കാരണമാണ്. എത്രത്തോളം ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹു അവന് അർശിന്റെ തണൽ കൊടുക്കും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ അർശിന്റെ തണല് നൽകി ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമതായി അർശിന്റെ തണൽ ലഭിക്കുന്ന നാലാമത്തെ വിഭാഗത്തിന് എണ്ണുന്നത് ഇങ്ങനെയാണ്: വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി. രണ്ടാളുകൾക്കാണ് അർശിന്റെ തണൽ ലഭിക്കുന്നത്. ആ രണ്ടാളുകൾ എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? തഹാബാ ഫില്ലാഹ്, അവർ രണ്ടുപേരും അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. അവർ ഇഷ്ടപ്പെട്ടു. എന്താ ലക്ഷ്യമെന്നറിയുമോ? മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല, അല്ലാഹ് എന്ന ലക്ഷ്യത്തിൽ ഒന്നിച്ചിരുന്നവര്. എത്രത്തോളം പവറുള്ള വർത്തമാനമാണത്! പല കൂട്ടുകാരും നമുക്കുണ്ട്, പല ആളുകളുമായി നമുക്ക് അടുപ്പമുണ്ട്, പലരും നമ്മുടെ കൂട്ടുകാരാണ്, പലരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടോ? ലക്ഷ്യം അല്ലാഹു മാത്രമായ കൂട്ടുകാർ നമുക്കുണ്ടോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വറജുലാനി തഹാബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ
അള്ളാഹുവിൻ്റെ മാർഗത്തില് പരസ്പരം സ്നേഹിച്ച രണ്ടു പേർക്ക് അർശിന്റെ തണലുണ്ട്. ഇജ്തമഅ അലൈഹി, അവ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഒരുമിച്ചിരുന്നു. വതഫറഖ അലൈഹി, ആ മാർഗത്തിലായിക്കൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോയവരാണ്. എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമുക്ക് വേണം. രണ്ടുപേര് പോരാ, കുറേ ആളുകളെ നമുക്ക് വേണം. ലക്ഷ്യം ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് അല്ലാഹു ആവണം കേട്ടോ. മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത് ആ മാർഗത്തിലാണ്. മഹാന്മാരുടെ അടുത്ത് പോയി നമ്മൾ ഇരിക്കുന്നു, അവരുടെ കൈകൾ നമ്മൾ പിടിക്കുന്നു, അവർ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മളങ്ങനെ ജീവിച്ചാൽ, റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചാൽ വലിയ ദറജകൾ നമുക്ക് കിട്ടും. അത് ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടും. അതിൽപ്പെട്ട ഒന്നാണ് അർശിന്റെ തണല്. അർശിന്റെ തണല് മാത്രമല്ല, മറ്റു ഹദീസുകളിൽ വേറെയും കുറെ ഓഫറുകൾ ഇതുപോലെ റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹത്തോടെ ഒരുമിച്ചുകൂടി ആ റബ്ബിന്റെ മാർഗത്തിൽ പിരിഞ്ഞ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് പവിത്രമായ സ്ഥാനമാനങ്ങളുണ്ടെന്ന് മറ്റു ഹദീസുകളിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായ ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ അവർ കയറിയിരിക്കുമ്പോ മനാബിറും മിൻ നൂർ, പ്രകാശത്താലുള്ള മിമ്പറുകളാണ് അവർക്കുള്ളത്. ശുഹദാക്കൾ പോലും കൊതിച്ചു പോകുന്നു, വലിയ വലിയ ദറജയുള്ള ആളുകൾ പോലും കൊതിച്ചു പോകുന്ന നൂറിനാൽ പ്രകാശത്താലുള്ള മിമ്പറുകളിൽ കയറിയിരിക്കുന്നവർ ആരാണെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി പറയുന്നത് അവർ തഹബ്ബാ ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ് അവർ എന്നാണ് മറുപടി പറയുക എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹത്തോടെ ഒരുമിച്ചിരിക്കുന്നത് വലിയ പവറുള്ളതാണ്. മഹാനായ അത്തിപ്പറ്റ ശൈഖ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് അവിടുത്തെ ഹയാത്ത് കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന വല്ലാത്തൊരു സുന്ദര കാഴ്ചയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തിപ്പറ്റയിലേക്ക്, ആ വീട്ടിലേക്ക് എത്തുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഈ മഹാനായ മനുഷ്യൻ ഒരു വലിയാണ്, സൂഫിയാണ്. ആ സൂഫിയായ മനുഷ്യന്റെ ഇഖ്ലാസ് കൊണ്ട്, അവരുടെ ജീവിതത്തിന്റെ ചിട്ട കൊണ്ട്, അവരുടെ സന്മാർഗത്തിന്റെ സഞ്ചാരമാകുന്ന ഈ സുന്ദരമായ ജീവിതം കണ്ടിട്ട് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഈ ഹദറത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഉസ്താദ് അവരെ ഇങ്ങോട്ട് സ്നേഹിക്കുകയാണ്, തൻ്റെ വീട്ടിലേക്ക് എന്നെ സ്നേഹിച്ചു വന്നവരെ. അവിടെയാണ് നമ്മൾ പറഞ്ഞത് തഹബ്ബാ ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച രണ്ടുപേരവരായി. അങ്ങനെ അവരവിടെ ഒരുമിച്ച് കൂടുന്നു, ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ സന്തോഷത്തോടെ സ്നേഹത്തോടെ അങ്ങ് വിട്ടുപിരിഞ്ഞു പോയുമ്പോ വലിയ ദർജകൾ അല്ലാഹു നമുക്ക് തരും. ദീനിന്റെ വിഷയത്തിൽ നമുക്ക് കൂട്ടുകാർ വേണം പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കുന്ന, ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടുകാർ നമുക്ക് വേണം. അതിലൂടെ ദുനിയാവും നാളെ ആഖിറവും വെളിച്ചത്തിലാകും. അർശിന്റെ തണല് നമുക്ക് ലഭിക്കും. നൂറിനാലുള്ള മനാബിറും മിൻ നൂർ, നൂറിനാലുള്ള മിമ്പറുകളിൽ നമുക്ക് അല്ലാഹു സ്ഥാനം നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അഞ്ചാമത്തെ വിഭാഗം ആരാണ്? അർശിന്റെ തണൽ ലഭിക്കുന്നവ,
അർശിന്റെ തണൽ ലഭിക്കുന്ന അഞ്ചാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഒളിച്ചോട്ടത്തിന്റെ കാലമാണ്. വ്യഭിചാരം വ്യാപകമായി നടക്കുന്ന സന്ദർഭങ്ങൾ. വ്യഭിചാരത്തിന് പണ്ടത്തേക്കാൾ എളുപ്പമായ വഴികൾ തുറക്കപ്പെടുന്ന കാലഘട്ടമാണ്. പഴയ കാലത്തിനേക്കാൾ എളുപ്പം വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേറ്റവും വില്ലനായി നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ അതിനൊരു കാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന കാലമാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ എണ്ണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ എണ്ണുന്നത്. വറജുലുൻ, അതൊരാളാണ്, ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസബ് വജമാൽ, ഭംഗിയുള്ള, തറവാടുള്ള, പവിത്രതയുള്ള, എല്ലാം കൊണ്ടും സ്ഥാനങ്ങളുള്ള ഒരു പെണ്ണ്. നാട്ടിൽ നല്ല പ്രമാണിയായ ഒരു പെണ്ണെന്നായിക്കോട്ടെ, നല്ല ഭംഗിയുള്ള പെണ്ണാണവൾ. ആ നല്ല ഭംഗിയുള്ള പെണ്ണ് നിന്നെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. അങ്ങനെ എല്ലാ അവസരങ്ങളും മുമ്പിലൊത്തു വന്നപ്പോ മറ്റു സന്ദർഭമായിട്ടൊന്നും പേടിക്കാനില്ലാത്ത ഒരു അവസ്ഥ മുന്നിൽ വന്നു. വ്യഭിചാരത്തോടടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടു. അതും നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, തറവാട് കൊണ്ടും മറ്റു എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു പെണ്ണ് വിളിച്ചപ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞോ. എനിക്ക് അർശിന്റെ തണലുണ്ട് കേട്ടോ, അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതോ ഒരു നല്ല ഭംഗിയുള്ള, ഒരു വലിയ ഉന്നത സ്ഥാനം നിൽക്കുന്ന ഒരാളൊരു പെണ്ണിനെ ക്ഷണിക്കുമ്പോൾ അവൾക്കും പറയാം, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നടാ എന്ന് പറയാം. അള്ളാഹു അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തില് നമുക്ക് അള്ളാഹു സ്ഥാനം നൽകട്ടെ. ഇനി പറയാണ്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ആറാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? അർശിന്റെ തണൽ ലഭിക്കുന്ന ആറാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരാ, അർശിന്റെ തണൽ ലഭിക്കാൻ കോടികൾ നഷ്ടപ്പെടേണ്ടതില്ല. അർശിന്റെ തണൽ ലഭിക്കാൻ നമ്മൾ ഒരു വലിയ സമ്പന്നനാവണമെന്നില്ല. നമ്മൾ ഏത് അവസ്ഥയിൽ, സാമ്പത്തികമായി ഏതവസ്ഥയിലുള്ളവനാണെങ്കിലും അർശിന്റെ തണൽ നമുക്ക് ലഭിക്കാൻ ഈമാനിന്റെ കരുത്തുകൊണ്ട് നമുക്ക് സാധ്യമാകും, യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു വിഭാഗത്തിനെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അതാരാണെന്നറിയുമോ? വറജുലുൻ ദക്കറല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ ഓർത്തു, ഖാലിയാ, ഒറ്റക്ക് ഒഴിഞ്ഞിരുന്നു കൊണ്ട് റബ്ബിനെ ഓർക്കുകയാണ്. ഹൃദയം ശുദ്ധിയോടുകൂടി, ആരുമില്ലാത്ത സമയത്ത്, നട്ടപ്പാതിരാ സമയത്താവട്ടെ, ഏത് സമയമെന്ന് പ്രശ്നമില്ല, ആരുമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് റബ്ബിനെങ്ങനെ ഓർക്കുകയാണ്, അവന്റെ നിഅമത്ത് ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ റബ്ബിന്റെ നിഅമത്തുകൾ ഓർത്ത്, അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഓർത്തുകൊണ്ട് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഫഫാദത് ഐനാഹു, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ? അവനിക്ക് അർശിന്റെ തണലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർത്ത്, അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവനിക്ക്, കണ്ണുനീരൊഴുക്കിയവനിക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കങ്ങനെ ഒരു വലിയ സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനിയെങ്കിലും നമുക്ക് കഴിയണം. അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം കേട്ടോ. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ നമ്മൾ ഓർക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകേണ്ടതുണ്ട്. ആരുമില്ലാത്ത സമയത്ത് ഒറ്റക്കൊരു സമയം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമുക്ക് പറയണം, അല്ലാ, എനിക്ക് സുന്ദരമായ 2 കണ്ണുകൾ നീ തന്നല്ലോ, നന്മകൾ കാണാൻ, ഖുർആൻ ഓതാൻ, അല്ലാഹുവേ ഈ ദുനിയാവിൽ നല്ല രീതിയിൽ നടക്കാൻ, നല്ലത് മാത്രം കണ്ട് നന്മയിലേക്ക് അടുക്കാൻ വേണ്ടി നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്താണല്ലോ എൻ്റെ കണ്ണുകള്. എന്നിട്ട് എൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ ഹറാമ് കണ്ടവനാണല്ലോ അല്ലോ. നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് വിരുദ്ധമായി, നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അവയവങ്ങള്. എൻ്റെ കണ്ണും കൈയും കാലുമെല്ലാം ഹറാമിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. എൻ്റെ നിഅമത്ത് വിശാലമാണല്ലോ അല്ലാ. എൻ്റെ നിഅമത്ത് കൊണ്ട് എനിക്ക് വിജയം നൽകിയവനാണല്ലോ അല്ലാ എന്നിങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഓർക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉറ്റിയിട്ടുണ്ടോ? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടുണ്ടെങ്കിൽ അർശിന്റെ തണലുണ്ട് കേട്ടോ. അള്ളാഹിന്റെ ഹബീബ് പറയുന്നത് ഇങ്ങനെയാണ്, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാളത് ഐനാ. ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനെ ഓർത്തവൻ, അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയവൻ, അവന് നാളെ അർശിന്റെ തണലുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് നൽകണം അല്ലാ. പലപ്പോഴും നിന്റെ നിഅമത്തുകൾ ഞങ്ങൾ ആസ്വദിക്കുന്നു, പക്ഷേ ഞങ്ങൾ നന്ദി ചെയ്യേണ്ടവനാണ്, നന്ദി ചെയ്യാതെ നന്ദി കേട് ചെയ്യുന്നു. ഞങ്ങളുടെ അവയവങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ്, പക്ഷേ നന്ദി കേടുകൊണ്ട് ഞങ്ങൾ അവയവങ്ങൾ വേണ്ടാത്ത മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങളോട് നീ മാപ്പാക്കണമല്ലോ, ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലോ. അർശിന്റെ തണല് കൊണ്ട് ഞങ്ങളെ സന്തുഷ്ടരാക്കണം അല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണല് ലഭിക്കുന്ന ആ 7ാമത്തെ വിഭാഗത്തിന് എണ്ണുന്നത് ഇങ്ങനെയാണ്, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. സദഖ ചെയ്യുന്നത് വലിയ പവറുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, അർശിന്റെ തണൽ ലഭിക്കുന്നത് കേവലം സദഖ കൊടുക്കുന്നവനല്ല, കേവലം സദഖ കൊടുക്കുന്നവൻ അർശിന്റെ തണലുണ്ട് എന്നല്ല. അർശിന്റെ തണൽ ലഭിക്കുന്നത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാളാണ് അവന് സദഖ നൽകി, ഫഅഖ്ഫാഹാ, നൽകിയ സദഖയെ അവൻ മറച്ചു വെച്ചു. പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്വാദിഖ് എത്രത്തോളം എന്നറിയുമോ? ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ എന്തായാലും അറിയോ ഇല്ലേ നല്ല വിഷയം. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക നമ്മുടെ സ്വന്തക്കാര് പോലും അറിയാത്ത വിധം സ്വതക്കയെ അങ്ങ് രഹസ്യമാക്കി വെച്ചവനുണ്ടല്ലോ. സ്വതക്കയെ അങ്ങ് വളരെ രഹസ്യമാക്കി വെച്ചവനുണ്ടല്ലോ, അവന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് സ്വതക്ക വലിയ ഒരു ആർഭാട രൂപത്തിൽ കൊടുക്കുന്ന കാലഘട്ടമാണ്. സ്വതക്ക കൊടുത്തിട്ട് പേര് വായിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാലമാണ്. എന്നാൽ അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ.
സ്വതക്ക കൊടുത്തിട്ട് ആ കൊടുത്ത സ്വതക്ക തൻ്റെ സ്വന്തക്കാര് പോലും അറിയാത്ത വിധം ആ സ്വതക്ക നൽകിയതിനെ അങ്ങ് മറച്ചു വെച്ചാൽ അർശിൻ്റെ തണൽ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഈ വിഭാഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഒറ്റ വചനത്തിൽ ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഒന്ന്, നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ വിവാദത്തിലായി വളർന്ന യുവാവാണ്. മൂന്നാമത്തത് പള്ളിയുമായി എപ്പോഴും ഹൃദയബന്ധമുള്ള ഒരാൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച് ഒരുമിച്ചിരുന്ന് പിരിഞ്ഞുപോയ 2 പേർക്ക് അള്ളാഹുവിൻ്റെ അർശ് തണൽ ലഭിക്കും. 4-മത്തെ വിഭാഗം. 5-മത്തത് നല്ല ഭംഗിയുള്ള തറവാടുള്ള നല്ല ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹനെ പേടിക്കുന്നവനാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയവൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ ഓർത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയവൻ അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വലത് കൈ സ്വതക്ക ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത വിധം ധർമ്മത്തിനെ രഹസ്യമാക്കി വെച്ച് ധർമ്മം ചെയ്യുന്നവൻ അള്ളാഹു ഈ വിഭാഗത്തിൽ ഒറ്റ വിഭാഗത്തിലെങ്കിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അള്ളാഹു നമുക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ ചേർക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കണം. പെട്ടെന്ന് നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഒന്ന് ചൊല്ലി മുഴുവനായിട്ടും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ തല ഞാൻ ചൊല്ലി നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ കൂടെ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇലാ ഹളറത്ത് റൂഹി നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى روح سيدي الشيخ عبد القادر الجيلاني رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى روح سيدي الشيخ سلطان الأولياء بن حسن علي الشاذلي رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى أرواح مشايخنا مشايخ سلسلة الشاذلية القادرية وسائر أوليائك الكرام رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അത് 100 ഇസ്തിഗ്ഫാർ, പിന്നെ 100 സ്വലാത്ത്, പിന്നെ 100 ദിക്ർ. ഇങ്ങനെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മൾ ഇസ്തിഗ്ഫാറും അതുപോലെ ദിക്റും സ്വലാത്തൊക്കെ മുഴുവൻ കഴിയുന്നത് വരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ കട്ടിങ് വരും. ഇത് കൂടണ്ട, ലെങ്ത് കൂടണ്ട. അത് നമ്മൾ ലൈവായിട്ട് നടക്കുന്ന ഒരു പരിപാടി അല്ലാത്തതുകൊണ്ടാണ്. ലൈവായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്ത് നടത്തണം. അതിൻ്റെ യൂട്യൂബിൻ്റെ മറ്റുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് എത്തുമ്പോൾ മാത്രമേ അത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ നടത്തി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സബ്സ്ക്രൈബുകളൊക്കെ പൂർത്തിയായി യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് നടത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നാളെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ.
ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു തെറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അസ്തഗ്ഫിറു, ഞാൻ പൊറുക്കൽ തേടുന്നു അല്ലാഹുവേ നിന്നോട്, അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന അർത്ഥമുള്ളത് ഇസ്തിഗ്ഫാർ തന്നെ നമ്മൾ ചൊല്ലണം. കേവലം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നമുക്കൊരു ഇസ്തിഗ്ഫാർ ചൊല്ലലുണ്ട്. നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാഹ് 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 അലീം, ഓട്ടോമാറ്റിക് വരും, മനസ്സറിയാതൊരു ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ദോഷം പൊറുക്കൂല. ദോഷം പൊറുക്കണമെങ്കിൽ നമ്മൾ നല്ല ബോധ്യത്തോടു കൂടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ് എന്ന നല്ല ഓർമ്മയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ പവർ കൂടുക. അപ്പോൾ ആ ഒരു ചിന്ത നല്ല നമുക്കുണ്ടാവണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. استغفر الله 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 العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വലാത്ത് മുഴുവനാക്കാൻ വേണ്ടി വീഡിയോയിൽ നിന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും 100 പ്രാവശ്യം പൂർത്തിയാക്കുക. സ്വലാത്ത് വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് 100 പ്രാവശ്യം പൂർത്തിയാക്കിയതിന് ശേഷം ദിക്റിലേക്ക് പ്രവേശിക്കാം. فاعلم أنه لا إله إلا الله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
എല്ലാവരും 100 പ്രാവശ്യം പൂർത്തിയാക്കാം. ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഞാൻ പറഞ്ഞതുപോലെ വലിയ മഹത്വമുള്ള ദിക്റാണ്. അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ദിക്റാണ്. വലിയ പവറുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. 100 പൂർത്തിയാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നമുക്ക് 3 ഇഖ്ലാസും ഫാത്തിഹ സൂറത്തും ഒക്കെ ഓതി ദുആ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ഇലാഹ ഇല്ലല്ലാഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, ഇഷ്കെ മദീന എന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസാണ്, ആത്മീയമായ മജ്ലിസാണ്. ശരീരം കൊണ്ട് പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിലും ആത്മാവ് കൊണ്ട് ഒന്നിച്ചിരുന്ന ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയ, ദിക്ർ ചൊല്ലിയ, ഫാത്തിഹ ഓതിയ, പരിശുദ്ധ ഖുർആനുകൾ ഓതിയ ഇൽമു പറഞ്ഞ സദസ്സാണ്, മജ്ലിസാണ്. നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണമല്ലോ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം റഹ്മാനേ. ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ടും ഞങ്ങൾ ചൊല്ലിയതായ ദിക്റുകളുടെ മഹത്വം കൊണ്ടും ഞങ്ങളുടെ ഖൽബുകൾ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ശരീരം ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗങ്ങൾ നീ ശിഫയാക്കണമല്ലോ. രക്തങ്ങളിൽ അല്ലാഹുവേ വല്ല രോഗാണുക്കളും പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ശിഫ നൽകണം റഹ്മാനേ. പരിപൂർണമായും നീ ശിഫ നൽകണം അല്ലാഹുവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നീ നിറച്ചു നൽകണം അല്ലാഹ്. തഖ്വ നിറച്ചു നൽകണം റഹ്മാനേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിറക്കണം അല്ലാഹുവേ. മഹാന്മാരോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നീ ഖൽബിൽ നിറച്ചു നൽകണം അല്ലാഹുവേ. നിഫാഖിനെ തൊട്ട് കാക്കണം ബിദ്അത്തിനെ തൊട്ട് കാക്കണം അല്ലാഹുവേ. മറ്റു അല്ലാഹുവേ മോശമായ എല്ലാ ചിന്താഗതികളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിനെ നീ കാക്കണം ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന കൂട്ടത്തില് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട് അല്ലാഹുവേ. മുട്ടുവേദനയുള്ളവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് റബ്ബേ, മഹാന്മാരായ ആളുകൾ ദിക്ർ ചൊല്ലിയതായ ദിക്റുകളാണ്, അവർ ചൊല്ലിയതായ സ്വലാത്തുകളാണ് ഞങ്ങൾ ഏറ്റുചൊല്ലിയിട്ടുള്ളത് അല്ലാഹുവേ. അവരുടെ പവിത്രത കൊണ്ടും ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ മഹത്വം കൊണ്ടും വേദനകളെല്ലാം നീ ഇല്ലായ്മ ചെയ്യണം റഹ്മാനേ. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, മറ്റു ശാരീരികമായ നിത്യരോഗികളായിട്ടുള്ളവരുണ്ട്. നീ എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യണം അല്ലാഹ്. സ്ഥിരമായി കുടിക്കുന്ന മരുന്ന് നീ ശിഫ പ്രദാനമുള്ള മരുന്നാക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഖൽബിന്റെ രോഗങ്ങൾ നിനക്കറിയാം. ഞങ്ങളുടെ ഖൽബിന് പല ജാതി രോഗങ്ങളുണ്ട്, അഹങ്കാരമുണ്ട്, അസൂയയുണ്ട് അല്ലാഹുവേ. മറ്റുള്ളവരുടെ നിഅമത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് വേദനയുള്ള
ഒരു പ്രത്യേകമായ ദുസ്വഭാവമുണ്ട്. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണം റബ്ബേ. സലാമത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ആത്മീയമായി ഇതിൽ സംഗമിച്ച ആമീൻ പറയുന്ന ഒരാളെയും ദുനിയാവിലും ആഖിറത്തിലും നീ പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങൾക്ക് നീ കേടില്ലാത്ത ആരോഗ്യം നൽകണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ശരീരം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ, അവയവങ്ങൾ മുറിച്ച് കളയേണ്ട അവസ്ഥ ഒന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആന്തരികമായ അവയവങ്ങളുടെ എല്ലാ പ്രയാസ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണം റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണം അല്ലാഹ്. മക്കളെ കൊണ്ട് എത്രയോ ഉപ്പമാര് പ്രയാസപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. മകൻ വീട്ടിലേക്ക് കയറി വരുന്നത് ഉപ്പാക്കും ഉമ്മാക്കും പേടിയാണ്. മകൻ വീട്ടിലുണ്ടാകുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും സമാധാനമില്ല. അല്ലാഹുവേ, കഞ്ചാവിന്, MDMA-ക്ക്, മറ്റു പല ലഹരികൾക്കും അടിമപ്പെട്ടു പോയ മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഉമ്മമാര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളാരെയും മക്കളെ നീ അങ്ങനെ ആക്കല്ലേ അല്ലാഹ്. നല്ല മക്കളാക്കണം റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളാക്കണം അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉയർച്ച നൽകണം അല്ലാഹ്. ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ, കൂട്ടുകാര്, നീ അവരെ സഹായിക്കണം റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമല്ലോ. അവരുടെ കുടുംബത്തിലുള്ള വിഷമങ്ങൾ തീർത്തു കൊടുക്കണമല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ഈ കൂട്ടത്തിൽ ആമീൻ പറയുന്നവര്, അല്ലാഹുവേ, അവരിൽ നിന്ന് ഉറ്റവരുടേവർ മരണപ്പെട്ടു പോയവര്, നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണം റബ്ബേ. അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്ന ഖബറാക്കണമല്ലോ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, മലിക്കും ഖുദ്ദൂസുമായ അല്ലാഹ്, ഞങ്ങളുടെ കടങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിലുണ്ട്. കടങ്ങൾ ഖൈറായ വഴികളിലൂടെ നീ പൂർത്തിയാക്കണം റബ്ബേ. അല്ലാഹുവേ, വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കാൻ കഴിയാതെ വഴിയിൽ നിർത്തിയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ തുറന്ന് വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമല്ലോ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഞങ്ങൾക്ക് ജീവിതത്തിൽ നിർവഹിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി തരണം റഹ്മാനെ. അതിനുവേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഖൈറായ വഴികളിലൂടെ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. കുടുംബം സന്തോഷമുള്ളതാക്കണം അല്ലാഹ്. മക്കളെ വിദ്യാഭ്യാസമുള്ള മക്കളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പലിശയുമായി ബന്ധമില്ലാത്ത ജീവിതം നൽകണം അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പല സ്ഥലങ്ങളിൽ നിന്നും കാണുമ്പോൾ ദുആ ചെയ്യാൻ അറിയിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ദുആ വസിയത്ത് സ്വീകരിക്കണം. അവരുടെ ഖൈറും ഹലാലുമായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങളുള്ളവരാണ്. കുടുംബപരമായി, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, മക്കളെ സംബന്ധമായി, മക്കളെ കെട്ടിച്ചോടത്തുള്ള ഇടങ്ങേറുകൾ, ഇങ്ങനെ പല ജാതി വിഷമങ്ങൾ ദിവസവും കേൾക്കുന്നവരാണ്. എല്ലാം സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. ദുഃഖങ്ങൾ അകറ്റണം, ഖൈറുകൾ തുറക്കണം, ഷർറുകൾ തട്ടപ്പെടണം. ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് അതിന് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മശായിഖന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റബ്ബേ. മരിച്ചുപോയ ഞങ്ങളുടെ മശായിഖന്മാർ, എത്തിപ്പറ്റ ഉസ്താദടക്കം ഞങ്ങളുടെ മശായിഖന്മാർ, അല്ലാഹുവേ, അവരുടെ ദർജ ഉയർത്തി കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ദുനിയാവിൽ നിന്ന് ഞങ്ങൾ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കനെ ചൊല്ലി മരിക്കാനുള്ള കാരണമായി
ആ വിജയത്തിലേക്ക് ഞങ്ങൾ എത്താൻ ഒരു കാരണമായി ഞങ്ങൾ ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, ഇഷ്കിന്റെ മജ്ലിസിനെ ആക്കി തരണം അല്ലാഹ്. ഈ ഇഷ്കിന്റെ മജ്ലിസിലൂടെ യഥാർത്ഥമായ ഇഷ്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ശർറുകളെ തട്ടിക്കളയണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وعلى